ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചു. ജാമ്യ ഹർജിയിലെ ചില പരാമർശങ്ങൾ വീണ്ടും പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റ് ദ്വയാർത്ഥ പ്രയോഗ ദൃശ്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചു. വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ്. രേഷ്മ, ഹൈക്കോടതി അവസാനം എന്ത് നിഗമനത്തിലാണ് എത്തിയത്? നിലവിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഹൈക്കോടതി എത്തിയത്. പക്ഷേ വിശദമായിട്ടുള്ള ഉത്തരവ് 3:30-ക്കായിരിക്കും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ജാമ്യം അനുവദിക്കുമെന്ന് തന്നെ ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ ജാമ്യ ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി ചില വിമർശനങ്ങൾ ബോബി ചെമ്മണ്ണൂരിന് നേരെ ഉന്നയിക്കുകയും ചെയ്തു. അതായത് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ലെന്ന് പറയാനാകില്ല എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ മറ്റ് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇന്ന് ഹൈക്കോടതി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇത് പരിശോധിച്ചതിന് ശേഷം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മാത്രവുമല്ല എന്തും അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തും പറയാമെന്നുള്ളൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട് എന്നുള്ള ഒരു നിലപാടാണ് പോലീസ് ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ സെലിബ്രിറ്റിയാണ് എന്നുള്ള ഒരു വാദമാണല്ലോ ബോബി ചെമ്മണ്ണൂർ ഉന്നയിക്കുന്നത്. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യവും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും അന്ന് ആ ചടങ്ങിൽ വെച്ച് ഹണി റോസ് പ്രതികരിക്കാതിരുന്നത് ആ നടിയുടെ മാന്യതയാണ് എന്നുള്ള വിലയിരുത്തലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ആ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല എന്ന് നമുക്ക് വിലയിരുത്താനാകില്ല. മറിച്ച് ആ രീതിയിലുള്ള ഡബിൾ മീനിങ്ങോട് കൂടിയ വാക്കുകൾ തന്നെ പ്രയോഗിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം കൂടി ഹൈക്കോടതി വിമർശന രൂപേണ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്ട്രിഞ്ചന്റ് കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ജാമ്യം അനുവദിക്കുക. അതിന്റെ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുമ്പോൾ മാത്രമേ ഏതൊക്കെ ഉപാധികളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ജാമ്യം അനുവദിക്കാമെന്നുള്ള ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുകയും ഉത്തരവ് വിശദമായിട്ട് തന്നെ 3:30-ക്ക് അപ്ലോഡ് ചെയ്യാമെന്നും പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് ഹൈക്കോടതി പരിശോധിച്ചത് കസ്റ്റഡിയിൽ എത്ര ദിവസമായി തുടരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഏത് വിധത്തിലാണ് ഈ കേസിന്റെ കൂടുതൽ മെറിറ്റിലേക്കൊന്നും കടക്കുന്നില്ല എന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ പരാമർശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പ്രത്യാഘാതം ഏത് ആയിരിക്കുമെന്ന് ജനം മനസ്സിലാക്കണമെന്നുള്ള പരാമർശം കൂടി ഇന്ന് ഈ ജാമ്യ ഹർജി, ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും കസ്റ്റഡിയിൽ തുടരുന്ന, അതായത് റിമാൻഡിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നും നേരത്തെ പ്രഷർ അടക്കം വന്ന് വീണ ഒരു സാഹചര്യമുണ്ട് തുടങ്ങിയ വാദഗതികളാണ് അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ദൃശ്യങ്ങൾ അടക്കമാണ് ഹാജരാക്കിയത്. അതായത് സമാനമായിട്ടുള്ള രീതിയിൽ ബോബി ചെമ്മണ്ണൂർ പലതവണ ഇത്തരം പരാമർശങ്ങൾ മറ്റ് സ്ത്രീകൾക്ക് നേരെയും ഉന്നയിച്ചിരുന്നു. അതും പൊതുചടങ്ങിൽ വെച്ചിട്ടാണ് ആ വേദികളിൽ ഇരുന്നു കൊണ്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി. ഇതിന്റെ ദൃശ്യങ്ങളാണ് പ്രോസിക്യൂഷൻ തെളിവെന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അത് മാത്രവുമല്ല, ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗ പരാമർശങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത്, അത് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമായിരിക്കും നൽകുക തുടങ്ങിയ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ റിമാൻഡിൽ തുടരുന്ന, അതായത് 6ഓളം ദിവസമായിട്ട് റിമാൻഡിൽ തുടരുകയാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പരിഗണിച്ചു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിലയിരുത്താനാകില്ല എന്നുള്ളൊരു നിലപാടും കോടതി സ്വീകരിച്ച ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ആ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ട് പറഞ്ഞ പരാമർശം ഏറെ നിർണായകമാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള ചോദ്യമാണ് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുക. ഉത്തരവിലായിരിക്കും ഏത് ഉപാധികളാണ് കോടതി മുന്നോട്ട് വെക്കുക എന്ന് നമുക്ക് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും 3:30-ക്ക് വിശദമായിട്ടുള്ള ഉത്തരവ് അത് അപ്ലോഡ് ചെയ്യാമെന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ജാമ്യം അനുവദിക്കും എന്നുള്ള ഒരു നിലപാടും കോടതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 3:30-ക്ക് ആ ഉത്തരവ് വരുമ്പോൾ മാത്രമേ ഏത് വിധത്തിലാണ് ഹൈക്കോടതി ഈ കേസിനെ കണ്ടിട്ടുള്ളത്, മറ്റു നിരീക്ഷണങ്ങൾ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ഉപാധികൾ മുൻനിർത്തിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്?